നമസ്കാരം. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന ഉടൻ ലണ്ടനിലേക്ക് പുറപ്പെടില്ല എന്ന റിപ്പോർട്ട്. UK-യിൽ അഭയം ലഭിക്കുന്നതുവരെ 3-4 ദിവസത്തേക്ക് അവർ ഇന്ത്യയിൽ തുടരുമെന്ന് ഹസീനയുടെ കുടുംബവുമായി അടുപ്പമുള്ള അവാമി ലീഗ് നേതാവ് ജമാൽ അഹമ്മദ് ഖാൻ ബംഗ്ലാദേശ് മാധ്യമമായ ബംഗ്ലാ ട്രിബ്യൂണിനോട് സ്ഥിരീകരിച്ചു. സഹോദരി ഷെയ്ഖ് രഹാനയ്ക്കൊപ്പം ഗാസിയാബാദിലെ വ്യോമസേന താവളത്തിലാണ് ഹസീന ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഉടൻ ലണ്ടനിലേക്ക് പോകുമെന്ന തരത്തിലായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. ഷെയ്ഖ് രഹാനയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. രഹാനയുടെ മകൾ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗവുമാണ്. 3-4 ദിവസം ഡൽഹിയിൽ കഴിഞ്ഞതിന് ശേഷം ഇനി എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നും പാർട്ടി നേതാവ് പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഹസീന എത്തിയതിന് പിന്നാലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. അതേസമയം ഹസീനയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമോ എന്നതിൽ വ്യക്തതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കമ്മിറ്റി വിലയിരുത്തി. വിദേശകാര്യമന്ത്രി ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു. ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് ഹസീന ലണ്ടനിലേക്ക് പോവുകയും അവിടെ അഭയം തേടുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീന ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരില്ലെന്നും കടുത്ത നിരാശയിലാണ് അവർ രാജ്യം വിട്ടത് എന്നും മകൻ സജീബ് വാസദ് ജോയ് പറഞ്ഞു. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സജീബിൻ്റെ പ്രതികരണം. ബംഗ്ലാദേശിനെ മാറ്റിയെടുക്കാൻ വളരെയേറെ ശ്രമിച്ചിട്ടും തനിക്കെതിരെയുണ്ടായ കലാപത്തിൽ അവർ നിരാശയിലാണെന്ന് സജീബ് പറഞ്ഞു. ഹസീനയുടെ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു സജീബ്. ബംഗ്ലാദേശിനെ അവർ മാറ്റിമറിച്ചു. അവർ അധികാരമേറ്റെടുക്കുമ്പോൾ ബംഗ്ലാദേശിനെ പരാജയപ്പെട്ട രാജ്യമായിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. ഇതൊരു ദരിദ്ര രാജ്യമായിരുന്നു. എന്നാൽ പിന്നീട് ഇന്നുവരെ ഏഷ്യയിലെ ഉയർന്നുവരുന്ന രാജ്യങ്ങളിൽ ഒന്നായി ബംഗ്ലാദേശ് മാറിയതായും സജീബ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ സുരക്ഷിതമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് പറഞ്ഞു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ്. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരെ കരുതിയിരിക്കണം. അതിർത്തികൾ സംരക്ഷിക്കാൻ ശക്തവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന് പിന്നിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നതിനും നിജസ്ഥിതി അറിയിക്കുന്നതിനും രാജ്ഭവനിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഉന്നതാധികാര നിരീക്ഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അഭ്യൂഹങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഭാരത മണ്ണിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം തടയാൻ രാഷ്ട്രം ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിന് ഡൽഹിയിലായിരുന്ന ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം ഇന്നലെ കൊൽക്കത്തയിൽ തിരിച്ചെത്തി. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമെങ്കിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. വിവിധ സുരക്ഷാ സേനാ തലവന്മാർ ഗവർണറുമായി നിരന്തര സമ്പർക്കത്തിലാണ്. സംവരണ വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷ കലാപമായതോടെ ഇന്നലെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത്. സഹോദരിക്കൊപ്പം സൈനിക വിമാനത്തിലാണ് അവർ രാജ്യം വിട്ടത്. അവർ ഇന്ത്യയിൽ അഭയം തേടിയെങ്കിലും ഇന്ത്യയിൽ അഭയം നൽകില്ല എന്നായിരുന്നു സൂചനകൾ. ഷെയ്ഖ് ഹസീന ബെലൂറസിലേക്കോ ലണ്ടനിലേക്കോ പോയി എന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഹിൻഡൻ വിമാനത്താവളത്തിൽ അവർ എത്തിയത്. ഹസീന രാജിവെച്ച് രാജ്യം വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് 1000-ഓളം പ്രക്ഷോഭകർ കർഫ്യൂ ലംഘിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയത്. ധാക്കയിലെ തെരുവുകളിൽ ബംഗ്ലാദേശ് പതാകയുമായി ജനക്കൂട്ടം നിറഞ്ഞു. 4 ലക്ഷത്തോളം പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ച് കയറിയവർ ഓഫീസിനുള്ളിലെ സാമഗ്രികൾ തകർക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 14 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 98 പേരാണ് കഴിഞ്ഞ ദിവസത്തെ പ്രക്ഷോഭത്തിൽ മാത്രം രാജ്യത്ത് കൊല്ലപ്പെട്ടത്. 200-ൽ ഏറെ പേർക്ക് പരിക്കേറ്റു. പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പോരാട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിച്ചത്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ദിവസങ്ങളായി ബംഗ്ലാദേശിൻ്റെ തെരുവോരങ്ങളിൽ അക്രമാസക്തമായിരുന്നു. ഹസീനയുടെ രാജിക്കായി പ്രതിഷേധക്കാരും അവരെ നേരിടാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തെരുവിൽ പലതവണ ഏറ്റുമുട്ടലിൽ ഇന്നലെ 100-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഘർഷം നേരിടാൻ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂവും പ്രഖ്യാപിച്ചിരുന്നു.